ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എക്സാം കഴിഞ്ഞു സ്റ്റുഡൻസിനോടും അതേപോലെ നമ്മുടെ ഫാക്കൽറ്റീസിനോടും നമ്മൾ ചോദിച്ചിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യം എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം പ്രോപ്പറായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കാത്തവർക്ക് പോലും, അതായത് ലാസ്റ്റ് മിനിറ്റിൽ ജസ്റ്റ് ഒരു റിവിഷൻ ചെയ്തവർക്കോ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തവർക്ക് പോലും എക്സാം സിമ്പിൾ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളോട് സ്റ്റുഡൻസ് പറഞ്ഞത്. മാത്രമല്ല നല്ല രീതിയിൽ പഠിച്ചവർക്ക് നല്ല റാങ്ക് തന്നെ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം തുടക്കം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് കൃത്യമായി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കവർ ചെയ്ത് എല്ലാം പഠിച്ചിട്ട് പോയ ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു 85+ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു എന്നാണ് നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ ഫാക്കൽറ്റീസും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എക്സാം സിമ്പിൾ ആകുമ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. അപ്പം നല്ല രീതിയിൽ എഴുതിയ ഒരാളെ സംബന്ധിച്ച് കട്ട് ഓഫ് കൂടുന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കട്ട് ഓഫ് കൂടിയാൽ നമ്മൾ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ഫാക്കൽറ്റീസിനോട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ചില ടോപ്പിക്കിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സിലബസ് അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ പോയിരിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയാലും കാര്യങ്ങളും ഒക്കെ സിലബസിൽ പറഞ്ഞ രീതിയിലൊക്കെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ അനാലിസിസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫാക്കൽറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പം എക്സാം നല്ല രീതിയിൽ എഴുതിയവരും ഉണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയവർക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നിയവരും ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് അല്ല ഇതെന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിരവധി അവസരങ്ങളാണ് കേരള PSCയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ഡേറ്റ് വരുന്നത് 15/12/2025 ആണ്. അതേപോലെ ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ എക്സാം വരുന്നത് 8/1/2026 ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലേക്കുള്ള എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 10/2/2026 ആണ്. അപ്പോൾ ഈ 3 എക്സാംസ് ആണ് നിങ്ങൾക്ക് തൊട്ടടുത്തതായിട്ട് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാമിന് ഇൻ കേസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന 3 എക്സാംസിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിൽ പറ്റിയ പിഴവുകൾ നികത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം എക്സാം സിമ്പിൾ ആകുമ്പോൾ കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചാൻസ് എടുക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏത് എക്സാം ആണ് നിങ്ങൾ ക്ലിയർ ആവാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ എക്സാംസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ 3 എക്സാംസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള PSCയുടെ ഭാഗത്തു നിന്നും നിരവധി അവസരങ്ങളാണ്, പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും. നമുക്കറിയാം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/2/2023 അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവർ പുതിയ നോട്ടിഫിക്കേഷൻസ് ഇടുകയും അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി, പിന്നീടുള്ള മെയിൻ ആയിട്ട് വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് AMVAയുടെ, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെല്ലാം നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് AMVAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ്. അപ്പം അത്രയും സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കിട്ടണമെന്നില്ല. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ചേഞ്ചസ് വരത്തില്ല. സിലബസ് ഇൻ കേസ് മാറിയാലും നമ്മൾ ബേസിക്സ് പഠിക്കുന്നത് ഒരിക്കലും മാറില്ല. പിന്നീട് വരുന്ന അഡീഷണൽ വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആ സിലബസ് വന്നു കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും
ആകുമ്പോഴത്തേന് സിലബസ് കംപ്ലീഷനും അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലും നിങ്ങൾക്ക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് RRBJയുടെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ലൈവാണ്. അതേപോലെ SSCJയുടെ നോട്ടിഫിക്കേഷൻ എല്ലാ ഇയറിലും വരുന്നുണ്ട്. അപ്പം ഈ 2 എക്സാംസും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിലും നിങ്ങൾക്ക് ജോലി നേടാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് PSCയിലും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിലും നിരവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഇപ്പോൾ AMVI അതേപോലെ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങി മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും ലോങ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.